ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഏപ്രിൽ 2-ൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ഏപ്രിൽ 2-ൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ ലോക ഓട്ടിസം അവബോധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 2. ലോക ഓട്ടിസം അവബോധ ദിനം ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഇത് ഏപ്രിൽ 2 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരി 23 അന്തരിച്ച മുൻ ലോകസഭാ സ്പീക്കർ. 2024 ഫെബ്രുവരി 23 അന്തരിച്ച മുൻ ലോകസഭാ സ്പീക്കറാണ് മനോഹർ ജോഷി. 86 വയസ്സായിരുന്നു മനോഹർ ജോഷി. മനോഹർ ജോഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1995 മുതൽ 1999 വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ അവിഭക്ത ശിവസേനയുടെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ മനോഹർ ജോഷി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയുമായിട്ടിരുന്ന വ്യക്തിയാണ് മനോഹർ ജോഷി. അതേപോലെ തന്നെ അദ്ദേഹം മുൻ ലോകസഭാ സ്പീക്കറായിട്ട് പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. അതായത് നമ്മുടെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2002 മുതൽ 2004 വരെ 14-ാം ലോകസഭാ സ്പീക്കറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് മനോഹർ ജോഷി. അദ്ദേഹം 2024 ഫെബ്രുവരി 23 അന്തരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് ഭാഷയിലാണെന്നാണ് കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്? ഏത് ഭാഷയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത്? ഏത് ഭാഷയിലാണ്? അത് ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ 4496 പത്രങ്ങളാണ് ഹിന്ദിയിൽ പ്രചാരത്തിലുള്ളത്. അപ്പോൾ 2-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഉറുദു ആണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള ഇത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഉത്തരം ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ 4496 പത്രങ്ങളാണുള്ളത്. 2-ാം സ്ഥാനത്തിരുന്ന് ഉറുദു ആണ്. അതായത് 1123 ദിനപത്രങ്ങളാണ് ഉറുദു ഭാഷയിൽ ഉള്ളത്. അടുത്ത ചോദ്യം, അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. നമ്മൾ നിയമനത്തിൻ്റെ ഏതോ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സിൽ നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾക്ക് നോക്കിയ ക്വസ്റ്റ്യൻ ആണിത്. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ഖാൻവിൽക്കർ ഇദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു അല്ലേ? നമുക്ക് അറിയാം ഇദ്ദേഹം ജസ്റ്റിസ് AM ഖാൻവിൽക്കർ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അടുത്ത ചോദ്യം, കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായത് ആര്? അത് ജൂഡിത്ത് സുമിൻവ തുലൂക്കയാണ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂഡിത്ത് സുമിൻവ തുലൂക്ക. അടുത്ത ചോദ്യം, 2024 കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? 2024 കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയാണ്. 2024 കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയത് ആര്? യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ജർമ്മനി. അപ്പോൾ എന്താണ് ഇതിന് കാരണം? കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കരിഞ്ചന്തയിലെ കഞ്ചാവ് കച്ചവടമൊക്കെ ഇല്ലേ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ടും ലഹരി മൂലമുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഈ നിയമം അനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും 18 വയസ്സിൽ പ്രായത്തിന് മുകളിലുള്ള ആർക്കും 25 ഗ്രാം ഉണക്കിയ കഞ്ചാവ് കൈവശം വയ്ക്കാനും അതേപോലെ തന്നെ 3 കഞ്ചാവ് ചെടികൾ വീട്ടിൽ വളർത്താനും അനുമതി നൽകുന്നുണ്ട്. 25 ഗ്രാം ഉണക്കിയ കഞ്ചാവും അതേപോലെ തന്നെ 3 കഞ്ചാവ് ചെടികളും വീട്ടിൽ വളർത്താൻ അനുമതിയുണ്ട്. 2024 കഞ്ചാവ് ഉപയോഗം യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ജർമ്മനി നിയമവിധേയമാക്കിയത്. അതുകൂടാതെ തന്നെ 2017 മുതൽ മരുന്ന് ആവശ്യത്തിനായിട്ട് ജർമ്മനിയിലെ കഞ്ചാവ് നിയമവിധേയമാണ്. മരുന്ന് ആവശ്യത്തിനായിട്ടാണ്. അതേപോലെ 2024 ആയപ്പോഴത്തേക്ക് കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കി. ആര്? ജർമ്മനി. ഓക്കെ, അടുത്ത ചോദ്യം, 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം. 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്.
അതേപോലെ തന്നെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹർദിക് സിംഗിനാണ്. ഹർദിക് സിംഗ് 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷാണ്. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹർദിക് സിംഗിനാണ്. അതേപോലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സലീമ ടെറ്റെ. മികച്ച വനിതാ തരത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് സലീമ ടെറ്റെ. മികച്ച പുരുഷ തരത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ഹർദിക് സിംഗ്. അതേപോലെ തന്നെ ഹോക്കി ഇന്ത്യ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാര ജേതാവ് അത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം അശോക് കുമാറാണ്. അശോക് കുമാർ. അപ്പോൾ നമ്മൾ പഠിച്ചത് 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം PR ശ്രീജേഷാണ്. PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, ലോകസഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോകസഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എൻകോർ. അടുത്ത ചോദ്യം, ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്? എന്താണ്? നോ യുവർ കാൻഡിഡേറ്റ് എന്നതാണ്. നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണിത് നോ യുവർ കാൻഡിഡേറ്റ്സ്. അതെന്താണ് സംഭവം എന്നറിയാമോ? അത് നമ്മളുടെ ഈ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും അവരുടെ കംപ്ലീറ്റ് വിവരങ്ങളും ലഭ്യമാകും. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ അടക്കം ക്രിമിനൽ കേസുകളും കേസിൻ്റെ നിലവിലെ സ്ഥിതിയും ഒക്കെ എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് എന്ത് നോ യുവർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദരിദ്ര നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത്. രാജ്യത്ത് തന്നെ ആദ്യ സമ്പൂർണ്ണ ദരിദ്ര നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത് നമ്മുടെ കൊട്ടാരക്കര നഗരസഭയാണ്. കൊട്ടാരക്കര നഗരസഭ. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ 2 പേരുണ്ട്. ആരൊക്കെയാണ്? റഷ്യയും ബെലാറസുമാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളാണ് ഇതൊക്കെ. റഷ്യയും ബെലാറസും. റഷ്യ ആൻഡ് ബെലാറസ്. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ അന്തരിച്ച കഥകളി നടൻ. 2024 മാർച്ചിൽ അന്തരിച്ച കഥകളി നടൻ ആരാണ്? കലാമണ്ഡലം കേശവദേവ്. കലാമണ്ഡലം കേശവദേവാണ് 2024 മാർച്ചിൽ അന്തരിച്ച കഥകളി നടൻ. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ 1 അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരം. അത് പാലിയത്ത് രവിയച്ചനാണ്. 2024 ഏപ്രിൽ 1 അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരം പാലിയത്ത് രവിയച്ചൻ. അതായത് അദ്ദേഹം 2 തവണ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടിരുന്ന വ്യക്തിയാണ് പാലിയത്ത് രവിയച്ചൻ. അടുത്ത ചോദ്യം, ITP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അത് സെർബിയൻ നൊവാക് ജോക്കോവിച്ചാണ് ATP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, അടുത്തിടെ സർക്കാർ പരിപാടികൾക്ക് ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം. പാകിസ്ഥാനാണ്. അടുത്ത ചോദ്യം, ഖത്തർ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജ നേട്ടം സ്വന്തമാക്കിയ മലയാളി ഫുട്ബോളർ. ഖത്തർ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ഫുട്ബോളറാണ് തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. താങ്ക് യു.